ഹായ്, ഇന്ന് നവംബർ 26 ദേശീയ വിരവിമുക്ത ദിനം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആളുകൾ സംശയം ചോദിക്കുന്നുണ്ട്. ഈ ഗുളിക സ്കൂളിൽ നിന്നൊക്കെ കൊടുക്കുന്ന ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ, അത് ഏതെങ്കിലും തരത്തിൽ വന്ധീകരണത്തിനോ മറ്റോ കാരണമാകുമോ, അതിനെന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ട്, എന്തിനാണ് ഇത് കൊടുക്കുന്നതിൻ്റെ ആവശ്യം എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി വിരവിമുക്ത ദിനം അല്ലെങ്കിൽ ഡീവേമിംഗ് ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികളിൽ എല്ലാ കുട്ടികൾക്കും ആൽബൻഡസോൾ ടാബ്ലറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. 2 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ 200 mg പകുതി ടാബ്ലറ്റും, അതുപോലെ 2 വയസ്സിൻ്റെ മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഫുള്ളായിട്ടൊരു ടാബ്ലറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ദേശീയ വിരവിമുക്ത ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വർഷത്തിൽ 2 പ്രാവശ്യമാണ് ചെയ്യുന്നത്. അത് തലേ ദിവസം ടാബ്ലറ്റ് വിരയുടെ ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഈ വിരവിമുക്ത ഡേയുടെ ഭാഗമായിട്ട് മാസ് ഡീവർമിങ്ങിൻ്റെ ഭാഗമായിട്ട് ഗുളിക കഴിക്കാം. ഇതുകൊണ്ട് വിരയുടെ സ്രോതസ്സിനെ, അതിൻ്റെ ഉറവിടത്തെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ഹൈജീൻ പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് പല സ്ഥലങ്ങളിലും പുറത്ത് മലമൂത്ര വിസർജനം നടത്തുന്നതുകൊണ്ടും അതുപോലെ പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്യാത്തത് കൊണ്ടൊക്കെ വിരയുടെ ശല്യം കുട്ടികളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പോഴും അനീമിയയുടെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് ഈ വിരശല്യം കൊണ്ട് കുട്ടികളിൽ പലതരത്തിലുള്ള പോഷകക്കുറവുണ്ടാകുന്നുണ്ട്. അത് ബുദ്ധിവികാസത്തെ, അതുപോലെ ശരീരത്തിൻ്റെ ഒക്കെ വളർച്ചയെ, പ്രോപ്പറായിട്ടുള്ള വളർച്ചയെ അത് തടസ്സം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡീവർമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ കുട്ടികൾക്കും. ഈ ആൽബൻഡസോൾ ടാബ്ലറ്റിനാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു സൈഡ് എഫക്റ്റും കാര്യമൊന്നുമില്ല. ഗുളികയുടെ കൂടെ നന്നായിട്ട് വെള്ളം കഴിക്കുക, ചവച്ചരച്ച് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഇത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. വേറെ കൂടുതലായിട്ട് ഇതിന് സൈഡ് എഫക്റ്റും കാര്യമൊന്നുമില്ല. താങ്ക് യു.